ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. തിരക്കുള്ള രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ്. സോ വി ഹാവ് നോ ടൈം. ഇത് കഴിച്ചിട്ടാണ് ഞാൻ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാം. എവിടെയെങ്കിലും വെച്ച് അങ്ങ് കഴിക്കും. നോ ടൈം. ഗുഡ് മോർണിംഗ് എവരി വൺ. ഡേ 49 by 100. ജിമ്മെന്ന് പറഞ്ഞാൽ അതേ ഡ്രസ്സിൽ തന്നെ കഴിക്കുകയാണ്. കൈയൊക്കെ വാഷ് ചെയ്തിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. ഔട്ട്ഡോർ വാക്കിങ്ങിലാണ് ഞാൻ ഇന്നത്തെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 30 minutes കാർഡിയോ ആണ്. സോ ഇത് ട്രിവാൻഡ്രം സൂവാണ്. നമ്മൾ ഏത് വർക്കൗട്ട്, വാക്കിംഗ് ആയാലും റണ്ണിങ് ആയാലും വെയ്റ്റ് ട്രെയിനിങ് ആയാലും വാമപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ വാമപ്പ് ചെയ്തിട്ടേ എല്ലാ എക്സസൈസും ചെയ്യാവൂ. ജസ്റ്റ് ഹാർട്ടിനെ ബീറ്റ് ചെയ്യുക, നമ്മളെ ജോയിൻസിനെയൊക്കെ ഒന്ന് വാമപ്പ് ചെയ്യുക. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഉദ്ദേശം. ഓക്കെ, പ്ലീസ് ഡു ഇറ്റ് എവറി ഡേ. വീക്കിലി 2 days ഞാൻ ഔട്ട്ഡോറാണ് പ്രിഫർ ചെയ്യാറ്. കാർഡിയോ ചെയ്യും, അതുപോലെ ചെറിയ എയറോബിക്സ്, ബോഡി വെയ്റ്റ് എയറോബിക്സ് എക്സസൈസ് ചെയ്യും. സ്ട്രെച്ചിങ്ങും ഞാൻ വീക്കിലി 2 days ഔട്ട്ഡോർ ആയിരിക്കും ചെയ്യാറുണ്ട്. അത് വാക്ക്. ഇന്നത്തെ റൊട്ടീനിൽ ഫോറാമ ട്രെയിൻ ചെയ്യും, അതുപോലെ അബ്ഡമൻ എക്സസൈസും ട്രെയിൻ ചെയ്യും. മാക്സിമം വർക്കൗട്ട് 1 hour ഫിനിഷ് ചെയ്യാൻ ഞാൻ നോക്കും എല്ലാ ദിവസവും. അപ്പോൾ ഇതെല്ലാം മേടിച്ചുകൊണ്ട് വീട്ടിലെത്തി. ഇനി ഇത് മാത്രം മേക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് ഓൺലൈൻ ക്ലയൻസ് ഉണ്ട്, അവരെ ഡീൽ ചെയ്യണം. ഫ്രഷ് ആയ ശേഷം ക്രിയാറ്റിൻ കഴിക്കണം, അതുപോലെ തന്നെ ഇത് കഴിക്കണം, എഗ്ഗും ബനാനയും കഴിക്കണം. ഇതാണ് എൻ്റെ ഇന്നത്തെ മോർണിംഗ് റൊട്ടീൻ. സോ ഇന്നത്തെ പോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ക്രിയാറ്റിനും കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും എടുക്കേണ്ട വലിയ ആവശ്യമൊന്നുമില്ല. അതിന് അതിൻ്റേതായ ഗുണങ്ങളൊക്കെ ഉണ്ട്. സോ ഈ ബിഗിനേഴ്സൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ 3 years എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഫിറ്റ്നസ് ഫീൽഡിൽ. സോ ഞാൻ പതുക്കെ ഏകദേശം 1 year ആയിട്ടുള്ളൂ ഞാൻ ഈ ക്രിയാറ്റിൻ്റെ ഇൻടേക്ക് ചെയ്തിട്ടുള്ളൂ. എൻ്റെ പഴയ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ സപ്ലിമെൻറ്റ്സ് ഒന്നും വലുതായിട്ട് എടുത്ത് നിങ്ങളെ പൈസയൊന്നും കളയേണ്ട ആവശ്യമില്ല. നല്ല ഫുഡുകൾ കഴിച്ച് ആദ്യം വെയിറ്റ് ലോസ് ചെയ്യുക. വെയിറ്റ് ലോസ് ആയാലും വെയിറ്റ് ഗെയിൻ ആയാലും. സോ നമ്മുടെ ഈ വീഡിയോയുടെ ലക്ഷ്യം അത് തന്നെയാണ്. ഈ 100 days വേ പ്രോട്ടീൻ ഞാൻ എടുക്കുന്നില്ല, വേ പ്രോട്ടീൻ്റെ ആവശ്യമില്ല എന്നാണ് ഈ ജേണിയിൽ എൻ്റെ ഒരു തീരുമാനം. വർക്കൗട്ട് റൊട്ടീനൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇന്നലെ ഞാൻ ലെഗായിരുന്നു. ഇന്ന് ചെയ്തത് കാർഡിയോ സെക്ഷൻ. വാക്കിംഗ് ആണ്, ജസ്റ്റ് ലൈറ്റായിട്ടുള്ള വാക്കിംഗ്, 30 minutes വാക്കിംഗ്. ചിലപ്പോൾ വാക്കിങ്ങിന് മുന്നേ ആയിട്ട് ഫോറാം ചെയ്യും, പിന്നെ ആപ്സ് ഒരു സെറ്റ് ചെയ്യും. എവറി വീക്ക് 3 വർക്കൗട്ടാണ് ആപ്സിന് ഞാൻ ഇട്ടിട്ടുള്ളത്. ഓരോ വർക്കൗട്ടിൻ്റെ ഇടയിലും ഒരു ആപ്സ് വർക്കൗട്ട്. എന്ന് വെച്ചാൽ ഇപ്പം ചെസ്റ്റ് ചെയ്യാമെന്ന് വെച്ചോ, ചെസ്റ്റിൻ്റെ അന്നൊരു ആപ്സ് വർക്കൗട്ട് ചെയ്യും, ഒരു വർക്കൗട്ട് ചെയ്യുക. അത് 3 സെറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് ഒരു 1 days കഴിഞ്ഞ് ഒരു റെസ്റ്റ് കൊടുത്തിട്ട് പിന്നെ അടുത്ത് വീണ്ടും ക്രഞ്ചസോ അങ്ങനെയുള്ള ഏതെങ്കിലും വർക്കൗട്ട് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഇന്ന് വെയിറ്റ് ഇട്ട് ക്രഞ്ച് ചെയ്തില്ലേ, സോ ആ ഒരു വർക്കൗട്ട് ചെയ്യും. അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ അത് കഴിഞ്ഞ് ചെസ്റ്റ് കഴിഞ്ഞ് പുഷ്പുള്ള ചെസ്റ്റ്, ബാക്ക്, ബൈസ്, അത് കഴിഞ്ഞ് ലെഗ്, അത് കഴിഞ്ഞ് ഒരു സെക്ഷൻ കാർഡിയോ വരുന്ന ലൈറ്റായിട്ട് കാർഡിയോ വരുന്ന ഫോറാമും ആപ്സും. ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ വർക്കൗട്ട് റൊട്ടീൻ പ്ലാൻ. വർക്കൗട്ട് പ്ലാൻ മാറ്റേണ്ട ആവശ്യമില്ല, നമ്മൾ പ്രോഗ്രസ് ചെയ്ത് പോവുക, അതാണ് മെയിൻ ലക്ഷ്യം. നമുക്ക് ഫൈനൽ റിസൾട്ട് എന്താണെന്ന് നോക്കാം. ഓക്കെ, അതിനോടൊപ്പം തന്നെ എൻ്റെ ക്ലയൻസും ഇതിനനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്കറിയാമല്ലോ, ഒരു 10 clients ഉണ്ടെങ്കിൽ ഒരു 4, 5, 6 clients ചിലപ്പോൾ ട്രാൻസ്ഫോം ആവാം, പറയാൻ പറ്റില്ല. അവരെ ഓരോ സിറ്റുവേഷനനുസരിച്ചായിരിക്കാം. സോ എന്തായാലും ഫൈനൽ നമ്മൾ 100 days എങ്ങനെയായിരിക്കും നമ്മൾ ട്രാൻസ്ഫോം നടക്കുന്നതെന്ന് നമുക്ക് കണ്ടറിയാം. ബൈ, സ്റ്റേ ട്യൂൺഡ്, സബ്സ്ക്രൈബ് മൈ ചാനൽ, പ്ലീസ് സപ്പോർട്ട്. ഓക്കെ.